എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കരൾ രോഗത്തിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണെന്ന് നമുക്കറിയാം. എന്നാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അവയവമാണ് കരൾ എന്ന് പറയുന്നത്. കരൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാസപരീക്ഷണശാല എന്നാണ് പറയുക. കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് കരളിനെയാണ്. കാരണം ഒട്ടനവധി കെമിക്കൽസ് അവിടെ നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത്. അതിൻ്റെ കൂടെയുള്ളതാണ് പിത്താശയം. പിത്താശയത്തിൽ നിന്ന് പിത്തസഞ്ചിയിലൂടെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതാണ് ചെറുകുടലിലെത്തിയിട്ട് ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി കരളിലെ പിത്താശയത്തിൽ 98% വെള്ളമാണ്. ബാക്കിയുള്ളത് പിത്തലവണങ്ങൾ, ബൈൽ സാൾട്ട്, കൊളസ്ട്രോള്, ബിലിറൂബിൻ പോലുള്ള സാധനങ്ങളാണ്. മാംസ്യത്തെ ദഹിപ്പിച്ച് അമിനോ ആസിഡായി മാറ്റുന്നത് കരളാണ്. കാരണം ശരീരത്തിന് അത് ദഹിപ്പിക്കേണ്ട ഒരു കഴിവില്ല മാംസ്യത്തിന് ഡയറക്റ്റായിട്ട്. അന്നജം, മാംസ്യം, കൊഴുപ്പ് ഇതിനെയൊക്കെ കരളാണ് ദഹിപ്പിച്ചിട്ട് മാറ്റുന്നത്. നമ്മുടെ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ടാണ് വരുന്നത്. ദഹിപ്പിച്ച ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കരളെന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. വേണ്ടുന്നത് മാത്രമേ ഗ്ലൂക്കോസിന് രക്തത്തിലോട്ട് കടത്തി വിടുന്നുള്ളൂ. ഈ ഗ്ലൈക്കോജൻ ആക്കി വെച്ച വസ്തുവ് നമ്മളൊരു ഉപവാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗ്ലൈക്കോജന് ഗ്ലൂക്കോസ് ആക്കിയിട്ട് രക്തത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം നമ്മളുടെ പ്രവർത്തനം നടക്കുന്നത് ഈ ഗ്ലൂക്കോസ് വഴിയാണ്. അപ്പോൾ നമ്മൾ കരൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്. നോക്കിയാട്ടെ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ആധിക്യമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി നമുക്ക് വേണ്ടുന്ന സാധനം മാത്രമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഈ ഗ്ലൈക്കോജനെയാണ് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് ശരീരത്തിന് പ്രവർത്തനത്തിലേക്ക് കൊടുക്കുന്നത്. ഇത്രയും നല്ലൊരു അവയവം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് കരളെന്ന് പറയുന്നത്. നമ്മൾ വേറെ ആരാണെങ്കിൽ സംബോധന ചെയ്യാൻ എൻ്റെ കരളെ എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലെ, സ്നേഹത്തോടെ. അതെന്തുകൊണ്ടാണ്? വേറെ എത്രയൊക്കെ അവയവങ്ങളുണ്ട്, പക്ഷേ ആ ഒരു അവയവത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് അത് കാണിക്കുന്നത് തന്നെ. പണ്ട് മുതലേ പറയുന്നത് കരളേ എന്ന് വിളിക്കുന്നത് അത് അങ്ങനെയല്ല. ആ ഒരു അവയവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അത്രയും കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവയവമാണ്. നിങ്ങൾ എന്ത് വിഷവസ്തുക്കൾ കഴിച്ചാലും ആദ്യം പോയിട്ട് കരളാണ് അത് അബ്സോർബ് ചെയ്യുകയും ബാക്കി അവയവത്തിനെ ബാധിക്കാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാസമരുന്നുകളായിക്കോട്ടെ, ഭക്ഷണത്തിലടങ്ങിയ കെമിക്കൽസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടാത്ത എന്ത് ഫുഡും ആയിക്കോട്ടെ, അതെന്ത് ഈ ശരീരം ആദ്യം അബ്സോർബ് ചെയ്ത് അത് സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് മറ്റുള്ള അവയവത്തിന് നാശം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കരൾ പകുതി നശിച്ചാൽ പോലും പിന്നീടും ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരും അതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ വേറൊരാളെ കരളിൽ നിന്ന് പകുത്തിട്ടാണ് കരൾ വെച്ചു കൊടുക്കുന്ന മുഴുവൻ പോയാളെ പറയുന്ന വെക്കുന്നില്ലേ, അത് ഇതുകൊണ്ടാണ്. കരളിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി അക്യുപഞ്ചറിൽ വരികയാണെങ്കിൽ നമ്മുടെ 5 എലമെൻറ്റിൽ വുഡ് എലമെൻ്റ് ആയിട്ടാണ് കരൾ ഉൾപ്പെടുന്നത്. കരൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം എന്ന് വെച്ചാൽ മുറിച്ച് കഴിഞ്ഞാലും വളരും. അതുപോലെ തന്നെയാണ് കരളും. പകുതി കോശങ്ങൾ നശിച്ചു പോയാലും കരളെന്ത് ചെയ്യും, വീണ്ടും ഉണ്ടാകാൻ വേണ്ടി പറ്റും, പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഇതെന്തുകൊണ്ടാകാതെ എന്ന് വെച്ചാൽ നമ്മൾ സമയാസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ കെമിക്കൽസ് തന്നെയാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ കരളിന് അത് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ല. അക്യുപഞ്ചറിൽ 4G സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിശന്ന് മാത്രം ആഹരിക്കുമ്പോൾ വളരെ കുറച്ച് ഭക്ഷണമേ ഉണ്ടോ. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ കെമിക്കൽസ് ഉണ്ടെങ്കിൽ പോലും, അതിലെന്ത് രാസവസ്തുക്കൾ അടങ്ങിയാൽ പോലും ശരീരത്തിന് അത് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് കരളിന് പറ്റും. ബാക്കി സമയം അതിൻ്റെ മെയിൻ്റനൻസ് പണിയും കൂടി ചെയ്ത് കരളിന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നിലനിർത്താൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം. ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് കരളിൻ്റെ ആരോഗ്യം കുറവായിരിക്കും. അതുകൊണ്ട് ആ ദേഷ്യം കുറച്ചുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻ ബാലൻസ് നന്നായി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടടക്കുക, അവരെ കാണുമ്പോഴുള്ള ദേഷ്യം, ഇതൊക്കെ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ കരളിന് സ്വാഭാവികമായ ആരോഗ്യത്തിലൂടെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കരളാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. കരളിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മദ്യം, പുകവലി, രാസമരുന്നുകൾ, രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇമോഷനായിട്ടുള്ള ദേഷ്യം കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരളിന് പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കരൾ രോഗം വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പച്ചയായിട്ടുള്ള ഇലക്കറികൾ,
വെജിറ്റബിൾസൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് കൂടുതൽ ഇത് കരളിൻ്റെ പുനർനിർമ്മാണത്തിന് കോശങ്ങൾ നശിച്ചത് പുനർനിർമ്മാണത്തിന് സഹായകമാകുന്നുണ്ട്. പച്ച കളറുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഗ്രീൻലി ലീവ്സ്, പച്ചില പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് നല്ല സുഖകരമായ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്